ഏറെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന, സിനിമ കാണിക്കാതെ തന്നെ ഏകദേശം കോടികൾ കൈവശം വന്ന സിനിമയാണ് എമ്പുരാൻ. പൃഥ്വിരാജിനും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനടക്കം അഭിമാനിക്കാവുന്ന ഈ സിനിമ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറണമെങ്കിൽ ഇനി ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സക്സസ് ഉള്ളവനെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. സക്സസ് ഇല്ലാതെ നിങ്ങൾ എത്ര വലിയ കാര്യം ചെയ്താലും അത് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ഏത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഏത് കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്? എമ്പുരാനാണ് കുറേ വർഷങ്ങളായി മലയാള സിനിമ കാത്തിരിക്കുന്നൊരു സിനിമ എന്ന് ആലോചിക്കണം. ആ സിനിമയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ എന്ന് പറയാൻ കാരണമുണ്ട്. പൃഥ്വിരാജാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സംവിധാനം ആദ്യം ചെയ്യുമ്പോൾ ലൂസിഫർ കൊണ്ടുവന്നുകൊണ്ട് ഇതാണ് സിനിമ, ഞങ്ങളുടെ ഇതിന് 1, 2, 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നൊരു സിനിമ സക്സസ് ആയപ്പോൾ രണ്ടാം ഭാഗം വന്നു. രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കണം? ലൂസിഫറിനെ കടത്തി വെട്ടുന്നതായിരിക്കണം. അത് ചെറിയ കടത്തി വെട്ടുമല്ല, ഒരു ആഗോള പ്രതിഭാസം പോലെ തന്നെ, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഉള്ളൊരു സിനിമയായിരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെൻ്റെ വർക്കുകൾ തുടങ്ങി വെച്ചത്. വളരെ ത്യാഗം സഹിച്ചു. നമുക്കത് അവരുടെ ഒറ്റ വാക്യോ എമ്പുരാൻ ഒരു അടിടി ആക്ഷൻ പടം എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ പറ്റും. പക്ഷേ ആന്റണി പെരുമ്പാവൂർ, മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി അടക്കമുള്ളവർ, അവരുടെ യൂണിറ്റ് അടക്കമുള്ള എടുത്തൊരു എഫർട്ടുണ്ട്. ലാഭം മാത്രമല്ല, അതൊരു കഠിനാധ്വാനം കൂടിയിട്ടാണെന്ന് ആലോചിക്കണം. അങ്ങനെ എടുത്ത ഒരു സിനിമയുടെ സക്സസ് കാണാനാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ആദ്യമാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ, പലരുമായി അന്വേഷിച്ചപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയുടെ സക്സസ് തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ വേറൊരു സിനിമയും സക്സസ് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെയല്ല, ഇത് ആഗോള പ്രതിഭാസമായി മാറാവുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ ഈ സിനിമ വളരെ വേഗത്തിൽ മാർച്ച് 27 റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിയേറ്റർ ബുക്ക് ചെയ്താണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഒരു സിനിമയ്ക്കാണ് ഒരു സുപ്രഭാതത്തിൽ അടിയേറ്റതെന്ന് ആലോചിക്കണം. ഈ സിനിമ 27-ാം തീയതി റിലീസ് ചെയ്യില്ല. അതിൻ്റെ പ്രധാന നിർമ്മാതാക്കളിൽ ഒരാൾ പിൻവാങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയെ തകർക്കം വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാം പ്രേക്ഷകരടക്കം. ഈ സിനിമ വരില്ലേ എന്ന് ചോദിച്ചു തുടങ്ങി. നടുക്കടലിൽ പെട്ട പോലെയായി ഇതിൻ്റെ അണിയറ ശില്പികളെല്ലാം അന്ന്. അവിടെയാണ് പൃഥ്വിരാജ്. നമ്മൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് ആ കണക്കുകൾ സത്യമാണ് തെളിയിച്ച ഒരു ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് എന്ന് ആലോചിക്കണം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ ഇന്ന വർഷം ഇന്നത് ചെയ്യും, അതിൻ്റെ അടുത്ത വർഷം അതും ഇതൊക്കെ ചെയ്യും, 3-ാമത്തെ വർഷം ഞാൻ സിനിമ സംവിധാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കുകൾ വെച്ചുകൊണ്ട് ആ കണക്കുകൾ തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോയൊരു ചെറുപ്പക്കാരാണെന്ന് ആലോചിക്കണം. അങ്ങനെ സിനിമ എടുത്തു എന്ന് മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയപ്പോഴും വമ്പൻ കമ്പനികളെ KG4 സിനിമകൾ ഇവിടെ കൊണ്ടുവന്ന് യാഥാർത്ഥ്യമാക്കി. പലരും പറഞ്ഞ് ഈ ചെറുക്കിന് വട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വട്ടനെന്ന് പറയുമ്പോൾ തന്നെ, ബഫൂൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീറോടെ മുന്നേറിയ പൃഥ്വിരാജിന് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല ഈ എമ്പുരാൻ 27 തന്നെ റിലീസ് ചെയ്യിക്കത്തക്ക രീതിയിലുള്ള മുന്നേറ്റം. തനിക്ക് ഏതാനും ഫോൺ കോളുകളിലൂടെ വരുത്തേണ്ടവരെല്ലാം വരുത്തി എന്നുള്ളത്. അത് ചില ബന്ധങ്ങളാണ്, ബിസിനസ് ബന്ധങ്ങളാണ്. അത് തോറ്റുപോയി എന്ന് വിചാരിച്ചിടത്തു നിന്ന് വിജയിച്ച് മാർച്ച് 27 തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞത് പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ കഴിവ് തന്നെയാണ്. ഇവിടെ പ്രശസ്ത നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മറ്റു ഭാഷകളിൽ ഈ പൃഥ്വിരാജായിട്ട് അടുത്ത ബന്ധമുള്ള വമ്പൻ കമ്പനികളാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആലോചിക്കണം. അങ്ങനെ റിലീസ് ചെയ്യുമ്പോഴും ഇവിടെ പ്രേക്ഷകർ ഈ സിനിമ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല എന്നറിഞ്ഞു.
കാരണം ഞങ്ങളും ഈ സിനിമ ബുക്ക് ചെയ്യുമ്പോൾ ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റി എന്ന് പലരും ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ശരിയായപ്പോൾ ഒരു ദിവസം തീരുമാനിക്കുന്നു, ഈ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂർ കൊണ്ടാണ് 1,00,000 ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പിന്നെയും പറയാം, അപ്പം ഏകദേശം ഒരു 50 കോടി എടുക്കാറാവുന്ന ഘട്ടത്തിലേക്ക് എത്തി. അപ്പം ചോദിക്കും, ദൃശ്യം 50 കോടി ആയില്ലേ എന്നുള്ളത്. ദൃശ്യം മലയാളത്തിലെ ആദ്യത്തെ 50 കോടി കടന്ന മോഹൻലാൽ ചിത്രമാണെന്ന് ആലോചിക്കണം. എമ്പുരാൻ അങ്ങനെയല്ല, ഒരൊറ്റ ദിവസം കൊണ്ടാണ് മോഹൻലാലിൻ്റെ ഈ സിനിമ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും കോടികളിലേക്ക് എത്തിച്ചത്. അതും സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതെ, പ്രേക്ഷകർ കാണാതെ, ദൃശ്യം പ്രേക്ഷകർ കണ്ടിട്ടാണ് 50 കോടിയിലെത്തിയത്. അങ്ങനെ എത്തി നിൽക്കുകയാണ് ഈ സിനിമ എന്ന് ആലോചിക്കണം. ഇപ്പം ഞാൻ ഇന്ന് തന്നെ 2-3 മറ്റു നിർമ്മാതാക്കളെ സ്ഥിരമായി നിൽക്കുന്ന നിർമ്മാതാക്കളെ വിളിച്ച് എന്താണ് നിങ്ങൾക്ക് എമ്പുരാനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല, ഈ സിനിമ വേറെ ആരെയും കാണിച്ചിട്ടുമില്ല, ഈ സിനിമ ഞങ്ങൾ കാണാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ സിനിമ വിജയിക്കേണ്ടത് മലയാള സിനിമ മാത്രമല്ല നിർമ്മാതാക്കളുടെ ആവശ്യകതയാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ ഗതി എന്താവും എന്നുള്ളത്. ഗതി എന്താവും എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റു ഭാഷകളിൽ ഈ സിനിമ എങ്ങനെ വരും. ഭാഷയ്ക്ക് അതീതമായിട്ടുള്ള സിനിമയാണെന്ന് ആലോചിക്കുന്നത്. ഇത് മലയാളത്തിൽ മാത്രം കാണേണ്ട സിനിമയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ അത്രയും ക്ലാരിറ്റിയോടെ ഏവർക്കും കാണാവുന്ന, ഭാഷയ്ക്ക് അതീതമായി എമ്പുരാൻ അവർ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയ ഈ സിനിമയ്ക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടി, ഇത്രയും കോടികൾ കൈവന്നു. ഇത് അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ പോലും ആശങ്കകൾ പലർക്കും ഉണ്ടെന്ന് ആലോചിക്കണം. ആ ആശങ്കകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ സർവകാല റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ കഴിയണമെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി സാധിക്കേണ്ടതുണ്ട്. ആ ഒറ്റ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇൻ്റർനാഷണൽ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് എമ്പുരാൻ മുന്നേറും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവിടെ വച്ചിട്ടാണ് അവർ വേറൊരു മാജിക്കൽ ടെസ്റ്റ് പോലൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഇതുവരെ 3ാം ഭാഗം അവർ പ്രഖ്യാപിച്ചിട്ടില്ല. മോഹൻലാൽ അടക്കമുള്ളവർ പറയുന്നതാണ്, നിങ്ങൾ ഈ സിനിമയുടെ അവസാന നിമിഷം വരെ കണ്ടിരിക്കണം. ചില സിനിമകളാണ് നമ്മൾ കണ്ടിട്ട് സിനിമ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് പോകുമ്പോഴായിരിക്കും സിനിമ തീർന്നിട്ടില്ല, പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ ക്ലൈമാക്സ് വരുന്ന ആലോചിക്കണം. അങ്ങനെയുള്ള സംഭവം ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾ തീരുമാനിക്കുന്നതല്ല, അവസാന നിമിഷം വരെ നിങ്ങൾ കാത്തിരിക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ ഈ സിനിമയിലുണ്ട് എന്ന് മോഹൻലാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. കാശ് കൊടുത്താൽ പ്രേക്ഷകർ പറയാറില്ലേ, കാശ് മുതലായി എന്ന് പറഞ്ഞു പോകുന്നുണ്ടല്ലേ. ഇത് കാശ് മുതലായി എന്ന് പറയാവുന്ന എല്ലാ കാര്യങ്ങളും പൃഥ്വിരാജും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അടക്കമുള്ളവർ ഈ എമ്പുരാൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ആ രഹസ്യം നമുക്ക് കാണണ്ടേ, എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ. അതിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, മാർച്ച് 27 രാവിലെ 6 മണി വരെ കാത്തിരിക്കുക. ഒരു ഉത്സവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മോഹൻലാൽ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ള ഫാൻസുകാരുടെ പരിപാടികൾ വെറൈറ്റി രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം 26-ാം തീയതി രാത്രി തന്നെ ഇതിൻ്റെ ആഘോഷ പരിപാടികൾ അവർ തുടങ്ങാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എമ്പുരാൻ വൻ വിജയമായിട്ടേ ആവട്ടെ.